Hi students, welcome to class Aura. നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് 6.1 എക്സസൈസ് 13th ക്വസ്റ്റ്യൻ ആണ്. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ 3/2 into 2x plus 1. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേരിയബിൾ ഡയമീറ്റർ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? അതായത് സ്പിയർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. അപ്പൊ നമുക്ക് വോളിയം ഓഫ് എ സ്പിയർ ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 pi r³ എഴുതി. സ്പിയറിന്റെ വോളിയം എഴുതി. എന്താ നമുക്ക് തന്നേക്കണം? വേരിയബിൾ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 into 2x plus 1 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? d/2 ആയിരിക്കും. അതായത് ഡയമീറ്റർ എന്താണോ അതിന് നേരെ ഹാഫ് ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് r ഓൾറെഡി കിട്ടി, d/2 ആയി. നമ്മൾ എന്താണ് ഈ റേഡിയസിന്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 4/3 into pi into r എന്ന് പറഞ്ഞ ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 വരുമ്പോ 2 വരും into 2x plus 1 ദ ഹോൾ ക്യൂബ് വരും. റേഡിയസിന്റെ വാല്യൂ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം റേഡിയസ് 6 d/2 ആണ്. d/2 എന്ന് പറയുമ്പോൾ ഇവിടെ 3/2ന്റെ കൂടെ ഒരു 2 എടുക്കണം. into 2x plus 1 വരും. അപ്പൊ റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിയറിന്റെ റേഡിയസ് നമുക്ക് ഓൾറെഡി കിട്ടി. 3/2 into 2x plus 1 കിട്ടി. ആ വാല്യൂ നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ എന്താ മക്കളെ? 4/3 കിട്ടി. പൈ അങ്ങനെ തന്നെ വരും. 3³ എന്ന് പറഞ്ഞാൽ എന്താ? 27 വരും. 4³ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 64 വരും. into 2x plus 1 ദ ഹോൾ ക്യൂബ് വരും. അപ്പൊ നമ്മൾ തന്നേക്കണം ഓരോ ടേമിനെയും നമ്മൾ ഓൾ റേസ് ടു പവർ 3 എടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ 4/3 പൈ അങ്ങനെ തന്നെ വരും. 27 അങ്ങനെ തന്നെ വരും. 64 അങ്ങനെ തന്നെ വരും. 2x plus 1 ദ ഹോൾ ക്യൂബ് അങ്ങനെ തന്നെ വരും. നമുക്ക് തന്നേക്കണം ഇക്വേഷൻ. ഇതിനെ നമ്മൾ വാല്യൂസ് എല്ലാം ഒന്നങ്ങ് സിംപ്ലിഫൈ ചെയ്യണം. ഈ 3ഉം 27ഉം വെട്ടി 9 വരും. 64ഉം 4ഉം വെട്ടി കഴിഞ്ഞാൽ 16 വരും. അപ്പൊ നമ്മുടെ ആൻസർ വോളിയം ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 9 pi divided by 16 into 2x plus 1 ദ ഹോൾ ക്യൂബ് വരും. ഇത് ബി ആണ്. എന്താണ് ഇവിടെ നമുക്ക് പറഞ്ഞേക്കണത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഏതുകൊണ്ടാ? dv/dx. അപ്പൊ നമ്മൾ ഇതിനെ dv/dx എടുക്കുക. അപ്പൊ 9 pi അവിടെ തന്നെ വന്നു. 16 അങ്ങനെ തന്നെ വന്നു. ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? 3 into 2x plus 1 ദ ഹോൾ സ്ക്വയർ വരും. കാരണം നമുക്കറിയാം ഡെറിവേറ്റീവ് d/dx ഓഫ് x raised to n എന്ന് പറഞ്ഞാൽ n into x raised to n-1 ആണ് അല്ലേ? അപ്പൊ ഈ 3 നേരെ ഇപ്പുറത്തേക്ക് വന്നു. ഒരു പവർ ഇവിടെ കുറഞ്ഞു. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഈ 2x plus 1ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? into 2 വരും. 2xന്റെ ഡെറിവേറ്റീവ് എന്താ? 2. 4xന്റെ ഡെറിവേറ്റീവ് 4. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റാ അല്ലേ? അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 0. അതുകൊണ്ട് നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്ത് കോമൺ ഉള്ള 2ഉം 2ഉം വെട്ടി പോകുമ്പോൾ ഇവിടെ 8 വരും. അപ്പൊ 9 pi into 3 എന്ന് വരും. into 2x plus 1 ദ ഹോൾ സ്ക്വയർ വരും. 9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 pi/8 into 2x plus 1 ദ ഹോൾ സ്ക്വയർ വരും. അപ്പൊ കോമൺ ഉള്ള വാല്യൂ നമ്മൾ വെട്ടിക്കളഞ്ഞില്ല എന്ന് കൊടുത്ത് കുഴപ്പമില്ല. അങ്ങനെ എഴുതിയാലും മതി. വെട്ടിക്കളഞ്ഞ് സിംപ്ലിഫൈഡ് ഫോം എഴുതണം. ക്ലിയർ ആയല്ലോ?